ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പഠിച്ചു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ്സിൽ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ചാനലിലുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി നോക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ബേസിക്സായിട്ട് അക്കൗണ്ടിങ് റൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് ബേസിക്കായിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ, ടേംസ് എന്തൊക്കെയാണെന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, റവന്യൂ, ക്യാപിറ്റൽ. ഇതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത് കാണുന്നത്, ഈ വീഡിയോ നമ്മൾ കാണുന്നതെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കാരണം ക്രെഡിറ്റ് എന്താ, ഡെബ്റ്റ് എന്താ, അത് അക്കൗണ്ട്സിൽ എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ വരുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും വേർതിരിച്ച് അറിയുന്നത്, അതാണ് ബേസിക് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് അക്കൗണ്ട്സിൽ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഡെബിറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റിയാണ് ഡിക്രീസ് ചെയ്യണം. ഇതിന് നമുക്ക് എക്സ്പ്ലനേഷൻ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ വഴി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പറയുകയാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഓർ റവന്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലും ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, കൂടുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റിൻ്റെ സൈഡ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം ഓർ റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡിക്രീസ് ചെയ്യുമ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് തലയിൽ കയറിയിട്ടുണ്ടാവില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് വിശദീകരിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻ ദ കേസ് ഓഫ് അസറ്റിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അസറ്റിൻ്റെ കേസിൽ വരുമ്പോൾ അതിലൊരു ട്രാൻസാക്ഷനാണ് ബ്രോഡ് മിഷനറി ഫോർ 1500 ഫ്രം മിഷനറി ലാൻഡ് ഓൺ ക്രെഡിറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യം ട്രാൻസാക്ഷൻ മനസ്സിലാക്കാനായിട്ട് നോക്കുക. കുറേ ടേംസ് ഉണ്ട്, ജനറലി യൂസ് ചെയ്യുന്ന കുറേ ടേംസ് റിപ്പീറ്റ് അടിച്ച് വരുന്ന. അതുപോലെയുള്ള അതിലൊന്നാണ് ബ്രോഡ് എന്ന് പറയുന്നത്. മെഷീനറി വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ആ ടേമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം മെഷീനറി വാങ്ങിച്ചു എവിടെ നിന്നാണ്, മെഷീൻ ലാൻഡിൽ നിന്ന്. എന്തിനാണ്, ക്രെഡിറ്റ്, കടമായിട്ടാണ് വാങ്ങിച്ചത്. എവിടെ നിന്ന്, മെഷീൻ ലാൻഡിൽ നിന്ന് കടമായിട്ട് മെഷീനറി വാങ്ങിച്ചു. അതിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, 1500 രൂപയാണ്. ഈ ട്രാൻസാക്ഷൻ എന്താണ്, ദ അസറ്റ് അക്കൗണ്ട് ഇൻവോൾവ് ഈസ് മെഷീനറി അക്കൗണ്ട്. എന്താണ് ഈ അക്കൗണ്ട് ഇത് ഏതിലായിരിക്കും നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതല്ല നമ്മൾ ഞാൻ നോക്കണ്ടേ. ഇത് എവിടെയായിരിക്കും ഡെബിറ്റ് ചെയ്യണത്, എന്തിലായിരിക്കും, മെഷീനറി എന്ന് പറഞ്ഞ ഒരു അസറ്റാണ്. അസറ്റിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത് അല്ലേ. അവിടെ എന്താണ് സംഭവിച്ചത്, അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആദ്യത്തെ ടേബിളിൽ കണ്ടത്, ഡെബിറ്റ് ചെയ്യണമെന്നാണ് കണ്ടത് അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലേ, 1500 രൂപയുടെ അസറ്റും കൂടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അത് അസറ്റ് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് അത് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. എന്ത് പേരിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് കൊടുത്താണോ, അല്ല, ക്രെഡിറ്റിലാണ്.
ക്യാഷ് ആയിരുന്നെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയായിരുന്നു. ഇതിപ്പോൾ എന്താണ്, നമ്മൾ കടമായിട്ടാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ കടമായിട്ട് വാങ്ങിച്ചേക്കുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരുടെ പേരിൽ, ആരുടെ അടുത്തു നിന്നാണ് കടം വാങ്ങിച്ചേക്കണേ? മെഷീൻ ലാൻഡിൽ നിന്നാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീൻ ലാൻഡ് എന്നായിരിക്കും ആ ട്രാൻസാക്ഷൻ നമ്മളെന്താണ് എഴുതുന്നത്. എന്താണ്, മെഷീനറി ഓഫ് എ ബിസിനസ് ഇൻക്രീസസ്, സോ മെഷീനറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. അതുകൊണ്ട് തന്നെ എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? മെഷീനറിയിലേക്ക് വരികയാണ്. അതായത് മെഷീനറി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റാണ്. അസറ്റ് കമ്പനിയിലേക്ക് വരുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ്, പക്ഷെ അത് ക്രെഡിറ്റിലാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീൻ ലാൻഡ്, ആരിൽ നിന്നാണോ വാങ്ങിച്ചത് അവരുടെ മെഷീൻ ലാൻഡ്. മെഷീൻ ലാൻഡിൽ എന്ത് ചെയ്യണം? ഇത് ചെയ്യാം. ഇനി അടുത്ത ഇത് പെയ്ഡ് സോമൺ ഓൺ അക്കൗണ്ട് 2000. എന്താണ്? പെയ്ഡ് ചെയ്തു, കൊടുത്തു സോമണിൽ. ഏതിലാണ് കൊടുത്തേ? ഓൺ അക്കൗണ്ടിലാണ്. അക്കൗണ്ടിൽ 2000 രൂപ സോമന് കൊടുത്തു. ദ അസറ്റ് അക്കൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ദിസ് കേസ് ഈസ് ക്യാഷ്. ഈ കേസിൽ എന്താണ്? അസറ്റിനെ സംബന്ധിച്ച് എന്താണ്? ക്യാഷാണ് അല്ലേ? അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷാണ് ഇവിടെ. ആസ് ക്യാഷ് ഈസ് പെയ്ഡ് ഔട്ട് ആൻഡ് അസറ്റ് കോൾഡ് ക്യാഷ് ഓഫ് ദ ബിസിനസ് ഡിക്രീസസ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബിസിനസ്സിലെ അസറ്റ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്തിരിക്കുകയാണ് ചെയ്തേക്കണേ. എന്താണ്? സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. എന്താണ് പറഞ്ഞു? എന്താ, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതിനകത്ത് കണ്ടു? ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട കാര്യങ്ങളിൽ എന്ത് കണ്ടു? അസറ്റിൻ്റെ കേസിൽ ക്രെഡിറ്റ് സൈഡിൽ വരേണ്ട ഏതാണ്? അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമെന്ന് കണ്ടു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആട്ടോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ വന്ന് അസറ്റ് ഇൻക്രീസ് ചെയ്ത കേസ് പറഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കണ്ട ടേബിളിലുള്ള അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ അസറ്റ് എന്താ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്താ, ക്യാഷ് പോയി. നമ്മൾ സോമന് കൊടുത്തു ക്യാഷ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് സോമനിലേക്ക് പോയി. അപ്പോൾ എന്താ, അസറ്റ് എന്ത് സംഭവിച്ചു? കുറവ് സംഭവിച്ചു അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കും? ആർക്കാണ് കിട്ടിയത്? സോമനാണ്. സോമൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോമൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്? ക്യാഷ്. സോമന് കിട്ടിയതുകൊണ്ട് സോമൻ എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് ചെയ്യുകയും ടു ക്യാഷ് അല്ലേ? ടു ക്യാഷ് അതെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അസറ്റിൻ്റെ കേസിൽ രണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യുകയും അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയും അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ നമ്മൾ റീസണും അതിൻ്റെ എന്താണ് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു പോയത്. എന്താണ്, അസറ്റ് ആദ്യത്തെ കേസിൽ എന്താണ്, മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ അസറ്റ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ? ഡെബിറ്റ് ചെയ്യും അസറ്റ്. ഇവിടെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗോൾഡൻ റൂളിൽ എന്താണ്, ബിസിനസ്സിലേക്ക് എന്തെല്ലാം വരുന്നോ അതെല്ലാം ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് എന്തെല്ലാം പോകുന്നു അതെല്ലാം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ബേസിക് റൂൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അസറ്റിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക, എന്താ, മെഷീനറി നമ്മൾ വാങ്ങിച്ചു. മെഷീനറി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇവൻ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിൽ നിന്ന് സോമണിലേക്ക് പോയി. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ സോമണിലേക്ക് 2000 രൂപ പോയി കഴിഞ്ഞപ്പോൾ, പെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പേയ്മെൻറ്റ് നടത്തി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതെന്താണ്, അസറ്റ്, ബിസിനസ്സിലെ അസറ്റ് കുറയുകയാണ് സംഭവിച്ചത്. ഇവിടെ നിന്ന് പോയി പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അപ്പം എന്താണ്, ഇതാണ് അസറ്റിൻ്റെ കേസിൽ എന്ന് ജനറൽ റൂളായിട്ട്, ബേസിക് റൂള് ആയിട്ടുള്ള ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇതാണ്. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ അസറ്റിൻ്റെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി സെക്കൻഡ് വൺ, ഇൻ ദ കേസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ കേസിൽ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജേഷ് ഫോർ
1500. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബോട്ട് ഗുഡ്സ് വാങ്ങിച്ചു, ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്. ആരിൽ നിന്ന് വാങ്ങിച്ചു? രാജേഷിൽ നിന്ന് വാങ്ങിച്ചു. 1500 രൂപയ്ക്ക് രാജേഷിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. ദ ലൈബിലിറ്റി അക്കൗണ്ട് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ ഈസ് രാജേഷ് അക്കൗണ്ട്. ഇവിടെ എന്താണ് വരുന്നത്? രാജേഷിൻ്റെ അക്കൗണ്ടിൽ എന്താ? ലൈബിലിറ്റി അക്കൗണ്ട് ഇൻവോൾവ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ ഈസ് രാജേഷ് അക്കൗണ്ട്. രാജേഷ് ഈസ് ദ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ്. എന്താണ്? രാജേഷിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു, 1500 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? രാജേഷ് എന്ന് പറഞ്ഞ ബിസിനസ്സിനെ സംബന്ധിച്ച് ആരാണ്? ക്രെഡിറ്ററാണ്. കടം നൽകിയ വ്യക്തി ആരാണ്? ക്രെഡിറ്ററാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ രാജേഷ് അക്കൗണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ liability accounts. When goods are purchased on credit from Rajesh, the liability, that's the amount due to Rajesh, increases. So Rajesh account should be credited. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. നമ്മളെന്താണ് ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താണ്? നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതെല്ലാം ഡെബിറ്റ് ചെയ്യുകയും പോകുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതയാണ്. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു രാജേഷിൽ നിന്ന്. രാജേഷിന് എന്തായാലും എന്താണ്? ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ ആ എമൗണ്ട് കൊടുത്തു തീർക്കണം. ഒരു ബാധ്യതയാണല്ലോ. അതെന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് രാജേഷിന് ക്രെഡിറ്റ് ചെയ്തിരിക്കണം അല്ലേ? അപ്പം നീട്ടി വലിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എത്ര നമ്മൾ ചോദിച്ചാൽ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ലയബിലിറ്റിയുടെ കേസിൽ അതൊരു ബാധ്യതയാണ്. അത് രാജേഷ് അക്കൗണ്ട് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം അല്ലേ? പക്ഷെ നമ്മളിലേക്ക് ആ ഗുഡ്സ് വന്നത് എന്തായിരിക്കും? വന്നത് എന്ത് ചെയ്യണം? നമ്മളിലേക്ക് വന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജേഷ് അക്കൗണ്ട്, അതാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന ആ സാധനത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും രാജേഷ് നമ്മൾ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ലയബിലിറ്റിയുടെ കേസിൽ നെക്സ്റ്റ് പറഞ്ഞേക്കണ എന്താണ്? പെയ്ഡ് രാജേഷ് 1000 ഓൺ അക്കൗണ്ട്. എന്താണ്? രാജേഷിന് 1000 രൂപ അക്കൗണ്ടിൽ കൊടുത്തു. ദ ലയബിലിറ്റി അക്കൗണ്ട് ഇൻ ദ കേസ് ഈസ് രാജേഷ് അക്കൗണ്ട്. രാജേഷ് അക്കൗണ്ടാണ് അവിടെ കടമായിട്ട് വന്നേക്കുന്നത്. വെൻ ബിസിനസ് പേ ക്യാഷ് ടു രാജേഷ് ഓൺ അക്കൗണ്ട്, ദ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ഡിക്രീസസ്. എന്താണ്? നമ്മൾ ക്യാഷ് രാജേഷിന് കൊടുക്കുവാണ്, അക്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ലയബിലിറ്റി അവിടെ എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയാണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മൾ ആ ടേബിളിൽ നോക്കിയപ്പോൾ ടേബിളിൽ എന്താണ്? ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് എങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ? എന്താണ്? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇതിനകത്ത് എന്താണ്? രാജേഷിൻ്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ പോവുക. 1500 നമ്മൾ ഓൾറെഡി മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീൻ വാങ്ങിച്ചാൽ 1000 രൂപ നമ്മൾ പേ ചെയ്യുകയാണ്. ആ കടം കൊടുക്കാനുള്ള കടത്തിൽ 1000 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുക? നമ്മുടെ ലയബിലിറ്റി കുറയുകയാണ് അല്ലേ? ആ ലയബിലിറ്റി കുറയുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജേഷിൻ്റെ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. രാജേഷിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് ചെയ്തിരിക്കണം. രാജേഷിൻ്റെ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. രാജേഷിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര വരുവാണ്? 1000 ചെല്ലുവാണ്. അപ്പോൾ രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഏത് ബിസിനസ്സാണ്? നമ്മുടെ ABC എന്ന ബിസിനസ്സാണെന്ന് വിചാരിക്കുക. രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ABC എന്നും പറഞ്ഞ് ആയിരിക്കും ആ ട്രാൻസാക്ഷൻ പോകുന്നത്. അതായത് എന്താണ്? നമ്മൾ കൊടുക്കുകയാണ്, കടം കൊടുക്കാനുള്ള ലയബിലിറ്റി കൊടുത്ത് തീർക്കുമ്പോഴുള്ള ട്രാൻസാക്ഷൻ വരുന്ന എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് ആരുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ആ വ്യക്തി ആർക്കാണ് നമുക്ക് കൊടുക്കാൻ? നമ്മുടെ ക്രെഡിറ്റർ. ആ ക്രെഡിറ്ററിന് വരുന്ന രാജേഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജേഷിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. 2000 രൂപ ചെന്നു ടു നമ്മുടെ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് കേസാണ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ അസറ്റും ലയബിലിറ്റിയും പറഞ്ഞു, അതിൻ്റെ ക്രെഡിറ്റ് ഡെബിറ്റ് വശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് കേസ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ.
നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലാണ് ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ക്രെഡിറ്റും ഡെബിറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കേട്ടോ. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്, ജോൺസ് കമൻസ്ഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് 20,000. ജോൺ ഈസ് ദ പ്രൊപ്പറേറ്റർ ഓഫ് ദ ബിസിനസ് ആൻഡ് ഹിസ് പേഴ്സണൽ അക്കൗണ്ട് ഈസ് style as a capital account. When the proprietor brings cash, it increases the capital, so his capital account should be given credit. എന്താണ് പറഞ്ഞത്? ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് എന്താ, ജോൺ കമൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എത്ര രൂപയ്ക്കാണ്? 20,000 രൂപയ്ക്ക് എന്താണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലേ. അപ്പം നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി എങ്ങനെയായിരിക്കണം വരുന്നത്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്തു? നമ്മുടെ ഇതിലേക്ക് വന്നത് എന്താണ്? ക്യാപിറ്റലാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ് കൊണ്ടുവന്നത്? ജോൺസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോൺസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ആയിരിക്കും കാണിക്കുക. ഡെബിറ്റ് ചെയ്യും. ദെൻ എന്താണ് അതിന് നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്ന കേസാണ്. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണേ? ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഡെബിറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? ബിസിനസ്സിലേക്ക് എന്താണ് ഡെബിറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണ്? ക്യാപിറ്റൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓണർ കൊണ്ടുവന്നതാണ്. അത് നമുക്ക് തിരിച്ച് ഇത് ചെയ്യേണ്ടതുമാണ് അല്ലേ. അതുകൊണ്ട് അതെന്താണ്, ഡെബിറ്റ് ചെയ്തു. നമുക്ക് അത്രയും ബാധ്യത കുറഞ്ഞിരിക്കുകയാണ്. പുള്ളി അങ്ങോട്ട് വലിച്ചെങ്കിൽ പുള്ളി 20,000 രൂപ കൊണ്ടെങ്കിൽ 20,000 രൂപയുടെ ഇത് നമ്മൾ റിട്ടേൺ കൊടുക്കണം. അപ്പോൾ 500 രൂപ പുള്ളി തിരിച്ചെടുത്തെങ്കിൽ അത്രയും എന്താണ് നമ്മളെ സംബന്ധിച്ച് ബാധ്യത കുറഞ്ഞിരിക്കുക. ബാധ്യത കുറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മളിലേക്ക് വന്നു അത് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ് ക്രെഡിറ്റും ഡെബിറ്റും എങ്ങനെയാണ് വരുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ് നമ്മുടെ ഇത് അല്ലേ, ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്. വെൻ ജോൺസ് വിഡ്രോ ക്യാഷ് ഫ്രം എ ബിസിനസ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻവോൾവ് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ അവിടെ എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കുന്നു. ആ കുറവ് സംഭവിക്കുമ്പോൾ അതെന്താണ്, ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ക്യാപിറ്റലിൽ എന്താണ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുകയും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളിനി പറയാൻ പോകുന്നത് ഇൻ ദ കേസ് ഓഫ് ഇൻകം ആൻഡ് റവന്യൂ. ഇൻകത്തിൻ്റെ റവന്യൂയുടെ കേസിലാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. അത് വലിയ ഡീറ്റെയിലിംഗ് ഇല്ല കേട്ടോ, നമുക്ക് നോക്കാം. റിസീവ്ഡ് ഇൻട്രസ്റ്റ് 250, 250 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. വെൻ ദ ബിസിനസ് റിസീവ് ഇൻട്രസ്റ്റ് ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ഇൻകം. എന്താണ്, ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി. നമ്മുടെ എവിടേക്ക് കിട്ടണമെന്നല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം കിട്ടി അല്ലേ ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ. അതെന്തിരിക്കണം, ക്രെഡിറ്റ് ചെയ്തിരിക്കണം അല്ലേ. കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 50 ഈസ് റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് പീരീഡ്. നമ്മൾ എന്താണ്, വെൻ എ പോർഷൻ ഓഫ് ആൻ ഇൻകം ഈസ് പ്രീ റിസീവ്ഡ് റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് പീരീഡ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ഇൻകം, സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് 50. എന്താണ്, നമുക്ക് അടുത്ത മാസം കിട്ടേണ്ടത് ഈ മാസം നമ്മൾ സ്വീകരിച്ചു. എമൗണ്ട് 50 രൂപ സ്വീകരിച്ചു. അത് അടുത്ത മാസത്തിൽ കിട്ടേണ്ടിയായിരുന്നു, പക്ഷേ ഈ മാസം കിട്ടി. ഈ മാസം വാങ്ങിച്ചു വച്ചേക്കുമ്പോൾ അതെന്താണ്, നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മളിലേക്ക് ഇൻകം വന്നിരിക്കുന്നതാണ്. അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അടുത്ത മാസം കിട്ടേണ്ടിയാണെങ്കിലും ഇപ്പോൾ നേരത്തെ വന്നു. അപ്പോൾ അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഇൻ അഡ്വാൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം. ഏത് രൂപത്തിലാണ്, ക്യാഷിൻ്റെ രൂപത്തിൽ. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് ഇൻകം ആൻഡ് റവന്യൂസിൻ്റെ കേസിൽ. നമ്മുടെ ഇതിലേക്ക് വരുന്ന എന്തും ഡെബിറ്റ് ചെയ്യുകയും പോകുന്ന എന്തും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. റവന്യൂൻ്റെ കേസിൽ, ഇൻകത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു നമുക്ക് റവന്യൂ ആൻഡ് ഇൻകത്തിൻ്റെ കേസിൽ വലിയ ഡീറ്റെയിലിങ് പോകേണ്ട കാര്യമില്ല. എത്ര കാര്യമുള്ളൂ, നമ്മളിലേക്ക് എന്തെങ്കിലും ഇൻകത്തിൻ്റെ രൂപത്തിൽ വരുവാണെങ്കിൽ, ക്യാഷിൻ്റെ രൂപത്തിൽ വരുവാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുകയും നമ്മുടെ ക്യാഷോ ഇൻകം പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ലോസ്, എക്സ്പെൻസും ലോസിൻ്റെ കേസിലാണ് ഇനി അടുത്തത് പറയുന്നത്. പെയ്ഡ് സാലറി 800. സാലറി അതെന്താണ്, സ്ഥാപനത്തിനെ സംബന്ധിച്ച എക്സ്പെൻസാണ്. പെയ്ഡ് ചെയ്തു
സാലറി പെയ്ഡ് ഇസ് ആൻ എക്സ്പെൻസ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് എന്താണ്? സാലറി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്, അത് എന്താണ്? എക്സ്പെൻസാണ്. ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് സാലറീസ്, സോ സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. എന്താണ്? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്? അത് ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാലറിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റർ ടു എന്താണ്? ക്യാഷായിട്ട്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്കായിട്ടായിരിക്കും കൊടുക്കുന്നത്, എങ്ങനെയാണെങ്കിൽ അതുപോലെ. അപ്പോൾ ആ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസും ലോസസും വരുമ്പോൾ എന്താണ്? നമ്മളിൽ നിന്ന് സാലറി പേ ചെയ്യുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് പോകുന്ന സാലറി എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ? ഏത് അക്കൗണ്ടിലാണ് നമ്മളിൽ നിന്ന് പോകുന്ന ആ അക്കൗണ്ട് എന്താണോ? സാലറി അക്കൗണ്ടാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് എന്നതിൽ. ഇനി നെക്സ്റ്റ് പറയുന്ന എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ, ഔട്ട് ഓഫ് സാലറി പെയ്ഡ് 100 ഈസ് റിലേറ്റിംഗ് ടു ദ നെക്സ്റ്റ് പീരീഡ്. അതായത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, 100 രൂപ. അപ്പോൾ അതെന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്താണ്? വെൻ എ പോർഷൻ ഓഫ് എക്സ്പെൻസ് ഈസ് പ്രീപെയ്ഡ് ആണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് പീരീഡിലേക്കുള്ളത് എന്താണ്? അഡ്വാൻസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഡിക്രീസ് ഇൻ എക്സ്പെൻസ് എന്താണ്? അടുത്ത മാസത്തേക്കുള്ള എക്സ്പെൻസ് അത്രയും കുറഞ്ഞിരിക്കുകയല്ലേ? സാലറി എന്ന എക്സ്പെൻസ് കുറഞ്ഞിരിക്കും. സോ സാലറി അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റ്. എന്ത് ചെയ്യണം? സാലറി അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് എന്നതിൽ നമ്മളെന്താണ്? ആ ട്രാൻസാക്ഷൻ ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കേസാണ് പറഞ്ഞത്. എന്താണ്? എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യും? എക്സ്പെൻസസ് കുറയുകയാണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുകയും എക്സ്പെൻസസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്താണ്? അക്കൗണ്ടിങ് റൂൾസാണ്, ബേസിക് അക്കൗണ്ടിങ് റൂൾസ്. ക്രെഡിറ്റും ഡെബിറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.